നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വിഴിഞ്ഞം തുറമുഖം നാടിന് സമ്മാനിച്ച് പ്രധാനമന്ത്രി മോദി. ഇത് ദേശീയ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കേരള മാധ്യമങ്ങളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിൽ പ്രധാനമന്ത്രി മോദി കമ്മീഷൻ ചെയ്യാൻ വരുന്നുണ്ട്. വേദിയിൽ ഒരുപാട് മഹത് വ്യക്തികൾ സന്നിഹിതരായിട്ടുണ്ട്. ഇതിൽ നമ്മൾ കാണുന്നത് പുതിയ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുണ്ട് ഫ്രണ്ടിൽ തന്നെ. അതുപോലെ M വിൻസെന്റ് സ്ഥലം MLA, പിന്നെ ശശി തരൂരിനെ കാണുന്നുണ്ട് സ്ഥലം MP, GR അനില്, CPI മന്ത്രി സജി ചെറിയാനുണ്ട്, കേന്ദ്രമന്ത്രി ജോർജ് ഉണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അപ്പുറത്ത് R ലേക്കർ ഉണ്ട്, അതുപോലെ സുരേഷ് ഗോപി, GN വാസവൻ ഉണ്ട്, അതുപോലെ അദാനി, ഗൗതം അദാനി, പിന്നെ നമ്മുടെ MP, പിന്നെ A റഹീം, അതുപോലെ മേയർ ആര്യ രാജേന്ദ്രൻ. ഇവരൊക്കെ സന്നിഹിതരായിട്ടുള്ള ഒരു ചടങ്ങിലാണ്. അതുപോലെ തന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ സന്നിഹിതരായിട്ടുള്ള ഒരു ചടങ്ങുന്നത്. ഇതിലെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തതായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കുറെ നിരവധി കാര്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയ സംവാദങ്ങളും മറ്റും നടന്നു പോകുന്നുണ്ട്. നമ്മുടെ നാടിന് അനുയോജ്യമായ കാര്യമാണെന്നുള്ള രീതിയിൽ പറയുമ്പോഴും ഇവരെല്ലാം പറയുമ്പോഴും തമ്മിൽ ചെളിവാരി എറിയാനും മറ്റും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. VD സതീശനെ ആദ്യം ഇതിലേക്ക് വിളിച്ചില്ല എന്നതിന്റെ പേരിൽ UDFന് സ്വാഭാവികമായിട്ടും ഈഗോ ഉണ്ടായിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട് VD സതീശൻ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവാണല്ലോ അദ്ദേഹത്തെ വിളിച്ചില്ല. ഇതിൽ UDFന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ വിളിക്കാതിരിക്കാൻ കാരണമെന്ന് UDF പറയുന്നത്, അദ്ദേഹത്തെ വിളിച്ചാൽ സ്വാഭാവികമായിട്ടും UDFന്റെ പാർട്ടിസിപ്പേഷൻ അവിടെ വ്യക്തമാവും. അപ്പോൾ ഇവര് കൊണ്ടുവന്ന നേട്ടങ്ങൾ ഉന്നയിക്കപ്പെടും. അതില്ലാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നേതൃത്വം M വിൻസെന്റും അതുപോലെ തന്നെ ശശി തരൂരും UDFിലുള്ള വ്യക്തികളാണെങ്കിൽ തന്നെ സ്ഥലം MLAയും MP-യുമാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ ചർച്ച ചെയ്തു പോയ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടെ ജനം മനസ്സിലാക്കണം. കാരണം ഈ പദ്ധതി യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നല്ലേ? ആണോ? എങ്കിൽ ഇതിന്റെ കരാറിന്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിലുള്ള കള്ളത്തരങ്ങൾ വെളിച്ചത്താവും. ഇതെന്തുകൊണ്ട് UDF ആയാലും LDF ആയാലും NDA സഖ്യ ആയാലും ജനങ്ങളോട് പറയുന്നില്ല? കാരണം ഇത് അദാനിക്ക് വേണ്ടിയിട്ട് ബിനാമികൾ കണ്ടെത്തിയ ഇടപാടാണെന്നുള്ള രീതിയിൽ ഞാനല്ല, കേരള ഹൈക്കോടതി വരെ C&G റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാമർശം മുമ്പ് നടത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് പുറത്തുവന്ന ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ സ്വത്ത് പണയപ്പെടുത്തുന്ന അടക്കമുള്ള വളരെ ഗുരുതരമായ സംഭവങ്ങളാണ് ഈ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിലുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വസ്തു, അതായത് പൊതുമുതൽ വിൽപ്പനയാണോ ഇവിടെ നടന്നിരിക്കുന്നതെന്ന ഗുരുതരമായ ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ, ആ ജുഡീഷ്യൽ കമ്മീഷന് കടലാസിൽ മാത്രമാണോ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഈ ജുഡീഷ്യൽ കമ്മീഷൻ 6 മാസത്തേക്കാണ് ചുമതലപ്പെടുത്തിയത്. എന്നാൽ 4 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും കമ്മീഷന് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി പറയുന്നത് ഈ വിഴിഞ്ഞം കരാറിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നത് 13,947 കോടി രൂപയാണ്. ആദ്യ ദിനം മുതൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കുന്ന ഒരു കരാറാണിത്. ഈ 40 വർഷത്തിന് ശേഷം ഈ വിഴിഞ്ഞം പദ്ധതി അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് തിരിച്ചു നൽകുമ്പോൾ 19,555 കോടി രൂപ സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകേണ്ടി വരും. അതായത് 5,608 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതി കൊണ്ട് ഇങ്ങോട്ട് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക അങ്ങോട്ട് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അഥവാ കേരളത്തെ അദാനിക്ക് തൂക്കി വെക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു അഭിപ്രായം കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. 2014-15 കാലഘട്ടങ്ങളിൽ CPM ഇന്ന് പറയുന്നത് പോലെ ആയിരുന്നില്ല പറഞ്ഞിരുന്നത്. അതിന് പ്രധാന കാരണം പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദുരൂഹത ഉണ്ടെന്നും വിഴിഞ്ഞം കരാർ അദാനിക്ക് നൽകിയതിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് അന്ന് ആരോപിച്ചത് CPM ആണ്. വിഴിഞ്ഞം കരാർ അദാനിക്ക് നൽകിയതിന് പിന്നിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുണ്ടെന്നാണ് അന്ന് CPM പറഞ്ഞത്. സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJPയും തമ്മിലുള്ള ഡീലെന്നും വിമർശിച്ചു. ഒന്നാം സ്ഥാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് BJP ഉമ്മൻചാണ്ടി കൂട്ടുകച്ചവടത്തിന്റെ മറ്റു വ്യവസ്ഥകൾ കൂടി പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. പ്രതിപക്ഷ നേതാവിന്റെ അതേ അഭിപ്രായം തന്നെയായിരുന്നു അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു വർത്തമാനമുണ്ടല്ലോ, അതാണ് ഇവർ ബാധകമായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും VS അച്യുതാനന്ദനും പിണറായി അടക്കമുള്ള നേതാക്കളും അന്ന് ആ ആരോപണങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6,000 കോടി രൂപയുടെ ഭൂമി റിയൽ എസ്റ്റേറ്റ് താല്പര്യം വെച്ച് അദാനിക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള അന്നത്തെയും ഇന്നത്തെയും പ്രധാനമന്ത്രി മോദിയുടെ താല്പര്യക്കാരനായ അദാനിക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ഒറ്റുകൊടുത്തു എന്നതടക്കം ആരോപിച്ചിരുന്ന അന്ന് CPMന്റെ ഭരണനേതൃത്വമാണ്. ഇന്നത്തെ ഭരണനേതൃത്വം അന്ന് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. ശേഷം നമ്മളെല്ലാം കണ്ടതാണ് ദേശാഭിമാനിയിൽ വന്ന
ഹെഡിങ് കടൽ കൊള്ള. 3 ഉത്തരങ്ങൾ പറയാം. ഒന്ന്, ദേശാഭിമാനിയിൽ വന്ന ഹെഡിങ് കടൽക്കൊള്ള. അത് കൃത്യമായി ദേശാഭിമാനി വന്ന കാര്യം തന്നെയാണ്, ആരും നിഷേധിക്കുന്നില്ല. അതായത് 70% പണം മുടക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്, 30% പണം മുടക്കുന്ന അദാനി. അതിൽ നമ്മൾ പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം, ലോകത്തെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് വളരുന്നു. 20 കൊല്ലത്തേക്ക് നയാ പൈസ വരുമാനം ഈ കേരളത്തിലില്ല. പിന്നെയുള്ള 20 വർഷം അത് 1%, 21-ാം വർഷം 1%, 22-ാം വർഷം 1%, അങ്ങനെ ഓരോ ശതമാനം വെച്ച് 20 കൊല്ലത്തേക്ക് വർധനവ്. പിന്നെ വേണമെങ്കിൽ ഈ കരാർ വീണ്ടും 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഒരു മനുഷ്യായസ് 60 വർഷത്തേക്ക് ഈ കരാർ കൃത്യമായി അദാനിക്കേ ഉള്ളൂ. ആദ്യത്തെ 20 വർഷം നയാ പൈസ ഇല്ല. ശരിക്കും ഈ രാജ്യത്തെ നിയമപ്രകാരം 30 വർഷത്തിൽ കൂടുതൽ ഒരു കരാർ ഉണ്ടാക്കാൻ പാടില്ല. അതിപ്പോ 40 വർഷമായിട്ട് നിജപ്പെടുത്തി വീണ്ടും അത് 60 വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ഒരു സാഹചര്യത്തിൽ ഈ കരാറിലെ ഉള്ളടക്കം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൊള്ളയാണ് എന്നുള്ള കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത് സത്യം അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നിരവധി ചർച്ചകൾ നടന്നതായിരുന്നു. അന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 70% പണം മുടക്കുന്ന സംസ്ഥാന സർക്കാരിന് 30% പണം മുടക്കുന്ന ഗൗതം അദാനി ഗ്രൂപ്പ്, അവർക്ക് വേണ്ടി രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം, ലോകത്തിലെ തന്നെ അറിയപ്പെടാവുന്ന തുറമുഖമായി മാറാവുന്ന അത് തീരെഴുതി കൊടുക്കണമെന്ന് അന്ന് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ്. അതിൽ പറഞ്ഞിരുന്ന പ്രധാന ആരോപണം 20 വർഷത്തേക്ക് നയാ പൈസ കേരളത്തിന് വരുമാന മാർഗമില്ല, ടാക്സ് വീതമല്ലാതെ. ശേഷം വരുന്ന 20 വർഷത്തേക്ക് ഓരോ വർഷവും 1% വെച്ച് അങ്ങനെ ബാക്കി വരുന്ന 20 വർഷം വരുമ്പോൾ, അഥവാ തുടങ്ങിയിട്ട് 40-ാം വർഷം കേരളത്തിന് ലഭിക്കുന്നത് വെറും 20% രൂപ മാത്രമാണ്. അത് 40-ാം വർഷം. പിന്നെ വേണമെങ്കിൽ ഈ കരാർ 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങനെ 60 വർഷത്തേക്ക്. ശേഷവും ഇതിൽ അദാനിക്ക് താല്പര്യമുള്ള രീതിയിലല്ലാതെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. അന്ന് CPM-ന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് 30 വർഷത്തേക്ക് മേലുള്ള ഒരു കരാറും ഇതുപോലെ ഉണ്ടാക്കാൻ പാടില്ല, അത് തെറ്റാണ്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് അതേ കരാറുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? അതായത് ഒരു മനുഷ്യായുസ് 60 വർഷത്തേക്ക് കൃത്യമായിട്ടുള്ള താല്പര്യം വെച്ച് അദാനിക്ക് കൈകാര്യം ചെയ്യാം രീതിയിലുള്ള പദ്ധതിയാണെന്ന് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് CPM ആണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രി 2015 ജൂൺ 28 കൊടുത്ത മറുപടി എന്തെന്നാൽ, വിഴിഞ്ഞം കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിനുവേണ്ടി 1991 മുതൽ നമ്മൾ ശ്രമിക്കുക, പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. 1991 മുതൽ, അഥവാ കരുണാകരന്റെ മിനിസ്ട്രി സമയം തൊട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ അതിനു മുമ്പ് രാജാക്കന്മാരുടെ കാലത്തും മറ്റൊക്കെ ഇതുമായി ബന്ധപ്പെട്ട്, അഥവാ സർസീബിന്റെ കാലത്തൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 91 മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തര ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ മുഖവിലക്കെടുത്ത് താല്പര്യങ്ങൾ വെച്ചിട്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കുന്നതാണ്. പക്ഷെ പിന്നീട് കണ്ടത് സംസ്ഥാനത്തിന്റെ താല്പര്യമല്ല. ഓക്കെ, സംസ്ഥാനത്തിന്റെ താല്പര്യം എന്നുള്ള രീതിയിൽ ഇന്നും അത് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് എന്ത് താല്പര്യം ഉണ്ടെന്നുള്ള ഇവർ ഇന്ന് വരെ പറയുന്നില്ല. ഒരു മാധ്യമ പ്രവർത്തകരും ഇത് ചോദ്യം ചെയ്യുന്നില്ല, ഒരു മാധ്യമ പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും ഉന്നയിക്കുന്നില്ല. നമുക്കറിയാം, ഇതുപോലെ തന്നെ അപ്പുറത്ത് നീണ്ടകര ഭാഗത്തും മറ്റുമായിട്ടുള്ള കരിമണൽ ഖനനം, നമുക്കറിയാലോ, മുഖ്യമന്ത്രിയുടെ മാനസപുത്രി വീണ വിജയൻ ആരുടെ പറ്റുബുക്കിലാണ് ഇടം നേടിയിട്ടുള്ളത്? കരിമണൽ കർത്തയുടെ. അതുപോലെ ഈ കരിമണൽ കർത്തയുടെ പറ്റുബുക്കിൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള പല വ്യക്തികളും UDF LDF നേതാക്കളടക്കം ഇടം നേടിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ചളിവാരി എറിയാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇവർ പെടും. അതുകൊണ്ടാണത്. ഇന്നത്തെ രാഷ്ട്രീയക്കാർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ജനം തിരിച്ചറിയണം. അതിന്റെ ഭാഗം എന്നോണം തന്നെയാണ് ഈ കരാർ നമ്മൾ കാണേണ്ടത്. ഇന്ന് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട്, അഥവാ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി ഉന്നയിച്ച ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് VD സതീശൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അഥവാ ഫേസ്ബുക്കിലും മറ്റും. അന്ന് VM സുധീരന് ഇതേ അഭിപ്രായമായിരുന്നില്ല. അദ്ദേഹവും അദാനി ഗ്രൂപ്പിന് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നീതീകരിക്കാവുന്ന തെറ്റല്ല എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് നിന്നിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി കരാർ നടപ്പാക്കിയതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി VM സുധീരൻ. എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് മാത്രം കരാറുന്ന AICC നിർദ്ദേശം ഉമ്മൻചാണ്ടി അവഗണിച്ചു. വികസനത്തിന്റെ പേരിൽ സംസ്ഥാന താല്പര്യങ്ങൾ ബലികഴിച്ച് അദാനിയുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും സുധീരൻ ആരോപിച്ചു. അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം, ജനങ്ങളുടെ താല്പര്യം, പബ്ലിക് ഇൻട്രസ്റ്റ്, സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം. അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ. ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത്, ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥിന് നോമിനേഷൻ കൊടുക്കാൻ കളക്ടറേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ്, വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ, എന്താണ് പ്രതികരണം? AICC നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു. എങ്ങനെ സാധിക്കും? അപ്പൊ അവരെ പോലും മാനിക്കാത്ത ആള് പിന്നെ എന്നെ പോലൊരാളെ KPCC പ്രസിഡന്റിനെ അന്ന് VM സുധീരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് VD സതീശൻ നിന്നിട്ടുണ്ടായിരുന്നത്. അന്ന് കോൺഗ്രസിന്റെ ഇന്നത്തെ ഹൈക്കമാൻഡും അന്നത്തെ ഹൈക്കമാൻഡും ഇതുമായി ബന്ധപ്പെട്ട് പുനരാലോചന നടത്തണം എന്നതടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തമ്മിൽ ചളിവാരി എറിയാൻ പരസ്പരം മത്സരിക്കുന്ന മോദി അടക്കം ഇന്ന് മോദി കണ്ടത് മുഖ്യമന്ത്രിയോട് ഒരു അഭിപ്രായം പറയണം. എന്താണെന്നല്ലേ, നരേന്ദ്രമോദി പിണറായിയോടായിട്ട് വേദിയിലിരുത്തിയിട്ട് ചോദ്യം ചോദിച്ചു. അഥവാ ഇന്ത്യ അലയൻസിലുള്ള പ്രധാന നേതാക്കളായിട്ടുള്ള ശശി തരൂരും പിണറായി വിജയനും നിലവിൽ ഈ വേദിയിലുണ്ട്. അപ്പോൾ ഇന്ത്യ അലയൻസിന് ഒരു കുത്തും കുത്തിയിട്ടാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, ഇന്ത്യ അലയൻസുമായിട്ടുള്ള നേതാക്കന്മാർക്ക് ഇതേ നിലപാടാണോന്ന്.
രാഷ്ട്രീയം പോണ പോക്കേ ഇത് ഈ രീതിയിൽ കുത്താനൊരു കാരണമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി അദാനിയുമായി ബന്ധപ്പെട്ട അലിഗേഷൻ അഥവാ അദാനി സ്കാമുമായി ബന്ധപ്പെട്ട് മറ്റും ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് അദാനിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിട്ടുള്ള വ്യക്തി ആയിരുന്നു രാഹുൽ ഗാന്ധി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ അതേ നിലപാടാണോ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് സംശയമുണ്ടെന്ന്, അഥവാ മോദിക്ക് പച്ച മലയാളത്തിൽ പറയാലോ ഊക്കി വിട്ടുന്ന്. അതാണ് സംഭവം ഉണ്ടായത്. അഥവാ പ്രധാനമന്ത്രി മോദിയുടെ പ്രധാന സുഹൃത്ത് കൂടിയായിട്ടുള്ള ഗൗതം അദാനിയുമായിട്ട് നിങ്ങൾ കക്ഷി ചേരുന്നതിന് നിങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലല്ലോ എന്നുള്ളത് പച്ചക്ക് ചോദിക്കുകയാണ്. കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിരിക്കുന്ന BJP-ന്റെ NDA-ലുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുര്യനോട് ചോദിക്കേണ്ട കാര്യം. അപ്പൊ അദ്ദേഹം വിശദീകരിച്ച് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है. यहाँ शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്കുമുള്ള പരോക്ഷ കുത്ത് അറിഞ്ഞത് പിടികിട്ടാതിരുന്ന മുഖ്യമന്ത്രി അടുത്തിരുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് കാര്യം തിരക്കി. ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയിട്ട് മലയാളികൾക്ക് മനസ്സിലായില്ലെന്ന നിരാശ മോദി മറച്ചുവച്ചില്ല. അദാനി തങ്ങളുടെ പങ്കാളിയെന്ന മന്ത്രി വാസവന്റെ പ്രസ്താവനയും മോദി രാഷ്ട്രീയ ആയുധമാക്കി. जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है. ഇത് സത്യത്തിൽ പരിഭാഷപ്പെടുത്തിയ വ്യക്തി പച്ചക്ക് മുക്കിയതാണ് സംഭവം. അദ്ദേഹത്തിന് മനസ്സിലാവാത്തതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹം എയർഫോഴ്സിന്റെ കാര്യവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് വിഷയം മാറ്റി, പെട്ടെന്ന് മാറ്റി. LDF-ന്റെ ഭാഗമായിട്ടുള്ള CPM-ന്റെ മന്ത്രി GN വാസവൻ പറഞ്ഞു അദാനി ഞങ്ങളുടെ പ്രധാന പങ്കാളിയാണെന്ന്. അപ്പൊ അതുകൂടെ മോദി ഒന്ന് അടിവരട്ട് വെച്ചിട്ടുണ്ട്. അദാനി നിങ്ങളുടെ കൂടെ സുഹൃത്താണെന്നുള്ളത് നിങ്ങൾ സമ്മതിക്കണമെന്ന്. അതാണ് പച്ചക്ക് പറഞ്ഞത്. അല്ലാതെ എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് പോകണ്ട. അദാനി എന്ന വൻമരം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏഷ്യയും യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന MSC ഷിപ്പിംഗ് കമ്പനിയുടെ സുപ്രധാന സർവീസാണ് ജെയ്ഡ് സർവീസ്. അത് നിലവിൽ വിഴിഞ്ഞത്തിന് ലഭിക്കുന്നുണ്ട്. വിലമതിക്കാനാവാത്ത സേവനമായിട്ട് അത് അവർ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് മുന്നോട്ട് പോകുന്നതിലൊന്നും ആർക്കും തർക്കമില്ല, നല്ല കാര്യമാണ്. പക്ഷെ ഇത് കൊണ്ടുപോകുന്നത് അദാനിക്കും മക്കൾക്കും ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണെന്നുള്ള രീതിയിൽ വളരെ വിഷമമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അന്യരാജ്യങ്ങളിലേക്കും മറ്റും കുടിയേറി പോയിക്കൊണ്ടിരിക്കുക, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ. പക്ഷെ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ഈ രീതിയിൽ അദാനിക്കും മറ്റും ബിനാമികൾക്കും വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന പണിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കണക്കുകൾ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ 70% തുക ചെലവാക്കുന്നത് കേരള സർക്കാരാണെന്ന് പറഞ്ഞല്ലോ. ബാക്കി വരുന്ന തുകയുടെ പുറമെ കേന്ദ്ര ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് 800 കോടിയോളം രൂപ കൊടുക്കുന്നുണ്ട്. അത് ലോണായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ലോണായിട്ട്. അഥവാ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെ ആയിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് നടത്തി കൊടുത്തിട്ടുള്ള പദ്ധതികളിൽ 70ഓളം പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് അത്രത്തോളം പൈസ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1 രൂപയും തിരിച്ചു ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ തുക തിരിച്ച് നമ്മൾ കൊടുക്കണം. ആര്? കേരള ജനത കൊടുക്കണം. അതിനു പുറമെ അദാനിക്ക് ഇത് എഴുതി കൊടുത്തിട്ടുള്ളത് 10-60 വർഷത്തേക്ക് ശേഷം ഒരു കണക്ക് കൂടെ പുറത്തു വരുന്നുണ്ട്. അഥവാ അദാനി ഇത് ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വരുമല്ലോ. അഥവാ 60 വർഷത്തോളം നടത്തിപ്പിന് ശേഷം 40+20 പിന്നീട് ഇത് ഒഴിയുന്നൊരു സമയം അദാനിക്ക് നമ്മൾ ഇന്ന് ഏറെക്കുറെ അത് തുടക്കത്തിൽ ചെലവാക്കിയിട്ടുണ്ടായിരുന്ന 2500 കോടി മാത്രമാണ്. ശേഷം കുറച്ചുകൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും കരാറുകളിലൊക്കെ മാറ്റം വന്നേക്കാം. അതൊക്കെ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും അന്നത്തെ കരാർ പ്രകാരം അദാനി ഒരു 60 വർഷത്തിന് ശേഷം ഇത് തിരിച്ചിങ്ങോട്ട് കൈമാറേണ്ട സമയത്ത് 10-13,000 കോടി രൂപ അദാനിക്ക് അങ്ങോട്ട് കൊടുക്കണം കേരള സർക്കാർ. ഈ സമയത്തിനുള്ളിൽ അദാനിക്ക് 40 വർഷം കൊണ്ട് CNG റിപ്പോർട്ട് പ്രകാരം 1,45,000 കോടിയോളം രൂപ അദാനിക്ക് ലഭിക്കുമ്പോൾ നമുക്ക് കേരള സർക്കാരിന് ലഭിക്കുന്നത് 40 വർഷം കഴിഞ്ഞു വെറും 13,000 കോടി രൂപ മാത്രമാണ്. അഥവാ ഇന്നത്തെ തറവില്ല സ്ഥലം കൊടുത്തിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുള്ള അന്നത്തേക്കുള്ള ഒരു എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇന്ന് തന്നെ 8,000 കോടി രൂപയോളം മൂല്യം വരുന്ന ഭൂമിയാണ്, കണ്ണായ ഭൂമി പ്രദേശമാണ് ആർക്ക് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ വെച്ച് അദാനിക്ക് പെരുമാറാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ 5,000 കോടിയോളം രൂപ ഇൻവെസ്റ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയായി? ഇത്രത്തോളം തുക നമുക്ക് ഇനി തിരിച്ചു കൊടുക്കണം അങ്ങോട്ട്. എത്ര കൊല്ലത്തിന് ശേഷം? 40 കൊല്ലത്തിന് ശേഷം. അഥവാ 1,45,000 കോടിയോളം മുതല് ലാഭകരമാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ അദാനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. CNG റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 1,45,000 കോടിയോളം രൂപ അദാനിക്ക് ലഭിക്കുമ്പോൾ 40 വർഷത്തിന് ശേഷം കേരള സർക്കാരിന് ലഭിക്കുന്നത് വെറും 13,600 കോടി രൂപയോളം മാത്രമാണെന്നാണ്. ഇതിലൊക്കെ വൈരുദ്ധ്യം ഉണ്ടെന്ന് അന്നേ CNG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് മുഖവിലേക്ക് എടുത്തിട്ടാണ് അന്ന് കേരള ഹൈക്കോടതിയിൽ, ഇത് മുമ്പ് കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി വന്നിട്ടുണ്ടായിരുന്നു. ഒരു സലീം എന്ന പേരിലുള്ള ഒരു വ്യക്തി, കൊല്ലത്തുകാരനായിട്ടുള്ള വ്യക്തിയുടെ പേരിൽ അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ CNG റിപ്പോർട്ട് പ്രകാരം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഒരു വാക്കാലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. ഇത് കേരളത്തെ തൂക്കി വെക്കുന്നതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാകുന്നല്ലോ എന്ന്. ഇത് അദാനിക്ക് ലഭിക്കുന്നത് 2014 ശേഷമല്ലേ? അതിനു മുമ്പ് ആന്ധ്ര ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ലാങ്കോ കോണ്ടപ്പള്ളി എന്നും പറഞ്ഞിട്ടുള്ള ഒരു ടീമായിരുന്നു. അവർ കരാറിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി.
ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ലാംഗോ കമ്പനിയുമായി ബന്ധപ്പെട്ട് അഥവാ ED അന്വേഷണം മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥിരം പരിപാടി അദാനിയുടെ സ്ഥിരം നമ്പറുകൾ അവിടെ എടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് സമ്മർദ്ദം കാരണം മറ്റൊക്കെ ആയിട്ട് അദാനി ഇതിൽ നിന്ന് പിന്മാറിച്ചതാണെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ അദാനിക്ക് വ്യക്തമായിട്ടുള്ള താല്പര്യത്തിന് അദാനിയുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുത്തത് കേരളത്തിലെ ഇടതും വലതും അതിന് പുറമെ BJPക്ക് പ്രത്യേക താല്പര്യം അന്നുണ്ടായിരുന്നല്ല. അന്ന് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ പോയി കണ്ടത് അന്ന് പിന്നീട് നിയമം MLA ആയിരുന്ന രാജഗോപാൽ, അഥവാ 2016 ശേഷമുള്ള അദ്ദേഹം MLA ആയത്. അന്ന് അദ്ദേഹം സീനിയർ ലീഡറാണല്ലോ BJPന്റെ. അദ്ദേഹം പോയി കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ. അഥവാ BJPക്ക് വ്യക്തമായിട്ടുള്ള താല്പര്യം, BJPയുടെ മെയിൻ ഫണ്ടറാണല്ലോ. പ്രധാനമന്ത്രി ആകാൻ വേണ്ടി നരേന്ദ്രമോദി 2014 സത്യപ്രതിജ്ഞയ്ക്ക് വന്നത് ആരുടെ വിമാനത്തിലാണ്, ആരുടെ കൂടെയാണ്? വിദേശ യാത്രകളിൽ നരേന്ദ്രമോദിക്കൊക്കെ പോയ വ്യക്തി ആരാണ്? പല പ്രാവശ്യം. ഇതൊക്കെ അങ്ങനെ നിലനിൽക്കും. ഈ രീതിയിലൊക്കെ തന്നെ നാട് പോകുമ്പോഴും നമുക്കിത് എന്തോ വികസന പദ്ധതിയാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢികളായതുകൊണ്ട് മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വിഡ്ഢികളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനത. രാഷ്ട്രീയം തലക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. പണ്ട് വെള്ളക്കാരും കൊള്ളക്കാരൊക്കെ നമ്മളെ ചൂഷണം ചെയ്തതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണിത്. എന്തുകൊണ്ട് മുമ്പത്തെ സോളാർ കേസോ അല്ലെങ്കിൽ ബാർക്കോയ കേസിൽ, അന്ന് തുറമുഖ മന്ത്രി ബാർക്കോയ കേസിൽ പെട്ടുള്ള K. ബാബു കൂടിയായിരുന്നല്ലോ. ബാബു ബാർക്കോയ കേസിലൊക്കെ അലിഗേഷനുമായി ബന്ധപ്പെട്ടൊക്കെ പെട്ട വ്യക്തിയാണല്ലോ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ അദാനി ഗ്രൂപ്പിന് ഇത് കൈമാറേണ്ട രീതി വന്നത്. ശേഷം മറ്റുള്ള പ്രയാസങ്ങൾ വന്നപ്പോൾ തൃപ്പൂണിത്തുറയിൽ തോറ്റു. ആരുമായിട്ട്? CM സ്വരാജുമായിട്ട്. തോറ്റതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമായിരുന്നില്ല. വിജിലൻസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോലും പൊതുസമൂഹത്തിൽ ഇറങ്ങുമായിരുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് വീണ്ടും അദ്ദേഹം MLA ആണ്. ഓക്കെ, നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ കള്ളന്മാർക്കും കൊള്ളക്കാർക്കൊക്കെ ഏത് രീതിയിലും ജനത്തെ ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഏത് രീതിയിൽ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടും അതുപോലെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലകളിൽ, കടലോര പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ പ്രകൃതി സമ്പത്ത് എന്നുള്ള രീതിയിൽ കരിമണൽ നിക്ഷേപമുണ്ട്. ഓക്കെ, അതിപ്പോൾ നിലവിൽ പറ്റുവക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വീണ വിജയന്റെ കരിമണൽ കർത്തയുടെ പറ്റുവക്കിൽ ഇടം നേടിയ വ്യക്തി മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തമ്മിൽ യോജിപ്പിലെത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഇന്നത്തെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങൾ മുൻനിർത്തി പോകുന്ന മാധ്യമങ്ങളാണ്. പണ്ടത്തെ കാലത്തെ പോലെ ഒന്നുമല്ല. പണ്ട് കുറേ നവാബ് രാജേന്ദ്രന്മാരും മറ്റുമായിട്ടുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ നാട്ടിൽ പണയം വെക്കാത്ത മനുഷ്യന്മാർ. ഇന്നതല്ല സ്ഥിതി. നാട്ടിൽ കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ്. ഓക്കെ, അദാനി ഗ്രൂപ്പിന്റെ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അംബാനി ഗ്രൂപ്പിന്റെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മരമുറി കേസിലെ പ്രതിയുടെ മാധ്യമം പ്രവർത്തിക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള അജണ്ടയും ലക്ഷ്യങ്ങളുണ്ട്. ഇവരെ നേതാക്കന്മാരെ താല്പര്യം വെച്ച് മാത്രമേ നമുക്ക് ന്യൂസ് ഇട്ട് തരുള്ളൂ. ഓക്കെ, ഇവരെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ന്യൂസ് നമുക്ക് വരുള്ളൂ. ഇവരാര് നിയന്ത്രിക്കും? അദാനിക്ക് നിയന്ത്രിക്കാനാണ് ഇവരെ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ രീതിയിലൊക്കെയാണ് നാട് മുന്നോട്ട് പോകുന്നത്. ചെറുപ്പക്കാർക്കൊന്നും നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷമൊന്നുമല്ല. എന്നിട്ട് നമ്മൾ ഈ നേതാക്കന്മാർ പറയുന്നതും വിശ്വസിച്ച് എന്താ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഭീമമായിട്ടുള്ള തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പലരും പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭരണങ്ങൾ മാറണം. കാരണം കുറുമുന്നണിയാണ്. മുമ്പുണ്ടായ വിജിലൻസ് അനൂപ് ജേക്കബിനെതിരായിട്ട് എത്ര വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു? K. ബാബുവിനെതിരായിട്ട് എത്ര വിജിലൻസ് കേസ് ഉണ്ട്? ഷിബു ബേബി ജോണിനെതിരായിട്ട് എത്ര വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു? ഇതൊക്കെ UDF മിനിസ്ട്രിയിൽ അംഗങ്ങളല്ലായിരുന്നോ? ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഇപ്പം എല്ലാവരും പുണ്യാളന്മാരാണ് അല്ലേ? കോയമാണി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ പിന്നീട് ഇദ്ദേഹത്തിന്റെ മകനെയും ഘടകകക്ഷിയായിട്ട് കൂട്ടി ശേഷം ഈ രീതിയിൽ മുന്നോട്ട് പോവാം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വേണ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇവർക്ക് വല്ലാത്തതാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാർ നാടിന് നൽകുന്ന വളരെ ഭവിഷ്യത്തായിട്ടുള്ള വിഷമകരമായിട്ടുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ടായിരുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ടണ്ണ് കയറ്റിക്കൊണ്ടുപോകാനുള്ള കരിമണൽ കയറ്റിക്കൊണ്ടുപോകാനുള്ള വിജ്ഞാപനമൊക്കെ ആയിട്ടുണ്ട് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് അല്ലേ? അപ്പൊ അതിനെതിരായിട്ട് ഒരു ചെറു വിരലനക്കാൻ ഒരു പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വരുന്നില്ല. ഇവരൊക്കെ വേണ്ട രീതിയിൽ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞു. അതൊരു യഥാർത്ഥ വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടിയതിനു ശേഷം ഇവരൊന്നും മുന്നോട്ട് വരില്ല. നമുക്കറിയാലോ, മുമ്പ് 2011-12 കാലഘട്ടങ്ങളിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അടുപ്പുകൂട്ടി ചർച്ചകളുമായി ബന്ധപ്പെട്ട് മറ്റൊക്കെ മാധ്യമ പ്രവർത്തകരാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ അഥവാ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന 62 ലക്ഷം മെട്രിക് ടണ്ണ് കരിമണൽ കേരളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ആരെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ? ആരെങ്കിലും പറയാനുണ്ടോ? അഭിപ്രായം പറയാനുണ്ടോ? ആർക്കെങ്കിലും പ്രയാസമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇനി അടുത്തത് വരാൻ നിങ്ങൾ കണ്ടോ, എഴുതി വെച്ചോ, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അദാനിക്ക് ഒരു പൊൻതൂവൽ കൂടി ഇവർ സമ്മാനിക്കും. അഥവാ ഈ കരിമണൽ ഉണ്ടല്ലോ ഖനനം ചെയ്യുന്ന മേഖല, ഇതുമായി ബന്ധപ്പെട്ട പരിസര മേഖലകൾ കൂടിയാണ് നീണ്ടകര മറ്റുള്ള പ്രദേശങ്ങളൊക്കെ. അപ്പോൾ ആ പ്രദേശങ്ങളിലെ കരിമണൽ ഖനനം ഇത്രത്തോളം വീഞ്ഞം പദ്ധതി കൊണ്ടുവന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ വീഞ്ഞം പദ്ധതി കൈമാറ്റം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ഇത്രത്തോളം കരിമണൽ ഇതിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോകാനുള്ളൊരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അഥവാ വീഞ്ഞം തുറമുഖം വഴി. നമ്മുടെ നാട്ടിൽ എന്ത് ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുള്ളത്? വേറെ എന്ത് ഉൽപ്പന്നങ്ങളാണുള്ളത്? വ്യവസായ സൗഹൃദ കേരളം എന്ന് പറയുമ്പോൾ വ്യവസായികൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടോ?
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാലത്തും അന്യരാജ്യങ്ങളിൽ പോയിട്ട് തൊഴിലെടുക്കേണ്ട അവസ്ഥ മലയാളിക്ക് ഉണ്ടാവുമോ? നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റും കയറി വരും അല്ലേ? ഈ ഒരു അവസ്ഥയിലെ നാട്ടിലുള്ളത്. ഇതൊക്കെ ചിന്തിക്കണ്ടേ? നിങ്ങൾ അടുത്ത തലമുറകൾക്കെങ്കിലും ജീവിക്കേണ്ട നാട്ടിൽ നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം മാറ്റി ചിന്തിക്കണം. സത്യം മനസ്സിലാക്കണം. ഇവരെ അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് നിങ്ങൾ മാറ്റണം. നിങ്ങളെ തലമുറകൾക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം നാട്ടിൽ ഉണ്ടാക്കാൻ ഇവർ ഏബിളാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അല്ല. കോർപ്പറേറ്റ് താല്പര്യം വെച്ചല്ലാതെ ഇവിടെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. ഹൈവേയുടെ കാര്യം വികസനം എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് രണ്ടാമത് പിണറായി സർക്കാരിന്റെ ഒരു വികസനം എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അത് ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? അത് ആ പദ്ധതി നടപ്പിലാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ആ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പാലിയേക്കര ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? തൃശ്ശൂർ പാലിയേക്കര ടോളിൽ എത്ര വർഷമായി പിരിക്കാൻ തുടങ്ങിയിട്ട്? മുതൽ മുടക്കിന്റെ മേലെ പിരിച്ചു കാണില്ല ഇപ്പോൾ ഇല്ലേ? എത്രത്തോളം സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. മുമ്പ് ചാലക്കുടി MP ആയിരുന്ന KP ധനപാലൻ, PC ചാക്കോ, അതുപോലുള്ള നേതാക്കന്മാരൊക്കെ ആ സമയങ്ങളിലൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഇവർ ആരെങ്കിലും രാഷ്ട്രീയക്കാർ ഇലക്ഷൻ സമയത്തൊഴികെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പൂട്ടിക്കാനോ മറ്റോ മുന്നോട്ട് വന്നിട്ടുണ്ടോ? വേണ്ട. നിലവിൽ തൃശ്ശൂർ കളക്ടർ ഒരു ഓർഡർ ഇട്ടു, ടോൾ പിരിക്കാൻ പാടില്ല. ഓക്കെ, ആ ടോൾ പിരിക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ എന്തിന്റെ പേരിലിട്ടത്? ആ ടോളുമായി കടന്നു പോകുന്ന വ്യക്തികൾ അങ്കമാലിക്കുള്ളിൽ അഥവാ കൊരട്ടിക്കുള്ളിൽ എത്രത്തോളം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇവർ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തതായിട്ടുള്ള ഒരു ഓർഡർ ഇദ്ദേഹം പാസ്സാക്കി. പക്ഷേ ഇദ്ദേഹത്തിന് തന്നെ അഥവാ തൃശ്ശൂർ കളക്ടറായിട്ടുള്ള വ്യക്തിക്ക് തന്നെ അത് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. പിൻവലിക്കേണ്ടതായിട്ട് വന്നു. കോർപ്പറേറ്റ് താല്പര്യം വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ നാട്ടിലുള്ളത്. അത് യഥാർത്ഥ വസ്തുതയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് മൈസൂർക്കോ മറ്റോ പോകണമെന്നുണ്ടെങ്കിൽ രാത്രി സഞ്ചാരം നടത്താൻ പറ്റുമോ? അതെന്താ കാരണം? ഇതുപോലെ ഒരു കളക്ടറിന്റെ ഓർഡറിന്റെ ബലത്തിലാണ് ആ ഒരു നിയമം അവിടെ നിലനിൽക്കുന്നത്, അന്തരീക്ഷം നിലനിൽക്കുന്നത്. ഇവിടെ ആ ഓർഡർ ഇട്ട ഉദ്യോഗസ്ഥന് തന്നെ അത് പിൻവലിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ പേരിലെ പിന്നെ അദ്ദേഹം ഓർഡർ ഇട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? സഞ്ചാര സ്വാതന്ത്ര്യം, സഞ്ചാരം സ്വാഭാവിക രീതിയിലുള്ള സഞ്ചാരം പോലും അവിടെ പ്രായോഗികമല്ല. നിലവിൽ റോഡ് പണി അത്രത്തോളം രീതിയിൽ പിന്നെ 4-5 സ്ഥലങ്ങളിൽ റോഡ് ബ്ലോക്കാണ്, നല്ല രീതിയിൽ ബ്ലോക്കാണ്. മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കേണ്ട അവസ്ഥ പിന്നെ ഈ ടോൾ കൊടുത്ത് പോകുന്ന വ്യക്തികൾക്കുണ്ട്. ഇനി ഇതുപോലെ വൻകിട ടോളുകൾ വരാൻ പോവാണ്. ചിന്തിച്ചു നോക്കുക. പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ സാഹചര്യമൊന്നുമല്ല. നികുതി ഭീകരത ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കോർപ്പറേറ്റ് താല്പര്യം വെച്ച് മാത്രമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷമില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും മറ്റുമല്ലാത്ത ഒരു വ്യക്തികൾക്കും സാധാരണ രീതിയിൽ ജീവിക്കാനുള്ള അന്തരീക്ഷമില്ല. താൽക്കാലികമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഒഴികെ ഒരു വ്യക്തികൾക്കും സാമാന്യ യുക്തിയോടെ ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇനി വരാൻ സാധിക്കില്ല. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർ ഇടപെട്ടാൽ അവർക്കെതിരെ വിമർശനാത്മകമായിട്ട് മുന്നോട്ട് വരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ സ്വാഭാവികമായിട്ട് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അടങ്ങിയിരിക്കുക. ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് എത്ര കാലം ഇത്രത്തോളം പിന്നെ അനാസ്ഥകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അടുത്ത തലമുറ ഇതുപോലെ ഇന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളായിട്ടുള്ള ഈ വ്യക്തികളെ അടുത്ത തലമുറ ശപിക്കും, അതിലൊരു സംശയമില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളെ ചോദ്യം ചെയ്യും. നമ്മുടെ മുൻകാല തലമുറകൾ വെള്ളക്കാർക്കെതിരെയും മറ്റും പടപൊരുതി നേടിയ സ്വാതന്ത്ര്യം ഇന്ന് കൊള്ളക്കാർക്ക് നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ്, കീഴ്വഴങ്ങി കൊടുക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ കേരള സർക്കാരിന്റെ തുറമുഖം അല്ല നിലവിലത്, അത് അദാനി പോർട്ടാണ്. 60 വർഷത്തിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ലഭിച്ചാൽ പോലും സ്വാഭാവികമായിട്ടുള്ള കാലപ്പഴക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് 10-13,000 കോടി അങ്ങോട്ട് കൊടുക്കണമെന്ന്. ഏതിന്? ഇന്ന് 2,500 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അദാനി ഗ്രൂപ്പിന് 1,45,000 കോടിയോളം ഇവർ മുതൽ ഈടാക്കുന്നുള്ള രീതിയിലുള്ള അദാനി ഗ്രൂപ്പിന്. അതൊന്നും ആയിരിക്കില്ല, അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻബർഗ് റിപ്പോർട്ടൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. പെരുപ്പിച്ച കണക്കുകളും മറ്റുമായിട്ട് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ താഴ്ത്തിയ കണക്കുമായി മുന്നോട്ട് പോകാനും ഇദ്ദേഹത്തിന് ഒരു വിഷമമില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അന്വേഷണമോ മറ്റോ EDയുടെ ഭാഗത്തുനിന്നോ മറ്റോ ഉണ്ടോ? ഇല്ല. ഇതാണ് സത്യാവസ്ഥ. അപ്പൊ ജനം മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് മാത്രമല്ല സത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്റർനാഷണൽ സീ റൂട്ട് കൂടിയായിട്ടുള്ള കപ്പൽച്ചാൽ വളരെ അടുത്തുള്ള അടിഭാഗം ചുണ്ണാമ്പ് തറയുള്ള 36 മീറ്ററോളം സ്വാഭാവിക ആയമുള്ള ഡ്രഡ്ജിങ് വേണ്ടാത്ത തുറമുഖമായി സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു തുറമുഖം കൂടിയാണ് ഏത് വിഴിഞ്ഞം. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മാത്രമേ അവിടെ നടപ്പിലാക്കേണ്ടതുള്ളൂ. നമ്മൾ വല്ലാർപാടത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ എറണാകുളം വല്ലാർപാടത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം ഡ്രഡ്ജിങ്ങിന് മാത്രമായിട്ട് മണൽ നീക്കാൻ അതും 12 മീറ്റർ താഴ്ച മാത്രമേ ഉള്ളൂ. അതിന് 160 CR എങ്കിലും വർഷം ചെലവ് വരുന്നുണ്ട് നിലവിൽ. ഓക്കെ, അപ്പൊ ഇതുമായി കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 രൂപ ചെലവ് വരില്ല എന്ന് ഇവരുടെ റിപ്പോർട്ടിലും മറ്റും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെറുതെ അങ്ങോട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കേരള സർക്കാരിന് ഇതുമായി കോർഡിനേറ്റ് ചെയ്ത് സ്വന്തമായി മുന്നോട്ട് പോകാനുള്ള ഫണ്ടില്ല എന്നുള്ളൊരു കാരണം പറയാനാണെങ്കിൽ വർഷം 1000 കോടിയെങ്കിലും ബജറ്റിൽ വകയിരുത്തി KSRTCക്ക് നൽകുന്നുണ്ട് അല്ലേ? KCBയുടെ കടബാധ്യത എത്ര? ഓൾ കേരള സർക്കാരിന്റെ കടബാധ്യത എത്ര? ഇപ്പൊ 5 ലക്ഷം കോടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ടാവും. 4 ലക്ഷം കോടിക്ക് മേലെ ആയിരുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകണം. വേണ്ട, കേരളയിൽ കൊണ്ടുവരാൻ ഇവർക്ക് ഫണ്ടുണ്ട് അല്ലെ? കേരളയിൽ കൊണ്ടുവരാൻ ഇവർക്ക് ഫണ്ടുണ്ട്. കേരളയിലും ഇതും തമ്മിലുള്ള വ്യത്യാസം ജനം മനസ്സിലാക്കണ്ടേ? അപ്പൊ പദ്ധതികൾ കൊണ്ടുവന്ന് അതിൽ നിന്ന് മാക്സിമം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് ലക്ഷ്യം. തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കുക,
അതാണ് നിലവിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെയും എന്നെ നന്നാക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം കേരളയിലല്ല അത്യന്താപേക്ഷിതം അത് അദാനിയിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം സിംഗപ്പൂരിൽ 34 ലക്ഷത്തോളം പേര് തുറമുഖവുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഏർപ്പെട്ടു പോകുന്നുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെട്ടു പോകുന്നുണ്ട്. അതിൻ്റെ സാമ്പത്തിക സ്ഥിതി മൊത്തമായി പോകുന്നത് ഗവൺമെന്റിനാണ്, സിംഗപ്പൂർ ഗവൺമെന്റിനാണ്. അല്ലേ? 45 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ലീ ക്വാൻ യു കേട്ടിട്ടുണ്ടോ? ലീ ക്വാൻ യു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടുള്ള ഒരു സമീപനം കൊണ്ടാണ് ഇന്ന് ആ രാജ്യം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അഥവാ മലേഷ്യയിൽ നിന്ന് വേർപെടിഞ്ഞ 1959 രൂപം കൊണ്ടൊരു രാജ്യം, ആ രാജ്യത്തിന്റെ പ്രഥമ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ലീ ക്വാൻ യു ശേഷം 1996 വരെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചെളിക്കുണ്ട് പോലെ ആയിരുന്ന ഒരു രാജ്യം, തൊട്ടി സംസ്കാരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന ജനത, അഥവാ വേശ്യാവൃത്തിയിലും മറ്റുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയിരുന്ന ജനതയെ അവർക്ക് സംരക്ഷണവും മറ്റും ആവുന്ന രീതിയിൽ, ഈ രീതിയിൽ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ മുന്നോട്ട് പോക്കിന് കാരണക്കാരനായിട്ടുള്ള ലീ ക്വാൻ യു, അദ്ദേഹത്തെ സ്മരിക്കാതെ പറ്റുമോ? അതുപോലെ ഒരു നേതാവെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മളെല്ലാവരും പറയുന്ന ഒരു വലിയൊരു നേതാവാണ് അച്യുത മേനോൻ, അല്ലേ? അച്യുത മേനോൻ മുൻ മുഖ്യമന്ത്രി, സ്വാത്വികനായിരുന്നു, അല്ലേ? പ്രൈവറ്റ് ബസ്സിലും KSRTC ബസ്സിലൊക്കെ ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചതിന് ശേഷം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ഒരു MP പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു MP സ്ഥാനത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ കരാർ ഈ രീതിയിൽ നിന്ന് ആവാൻ കാരണക്കാരൻ അദ്ദേഹം അല്ലേ? വ്യക്തിപരമായ താല്പര്യങ്ങളും പാർട്ടിയിൽ അധിഷ്ഠിതമായ താല്പര്യങ്ങളും മുൻനിർത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ, നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അതൊരു വസ്തുതയാണ്. നല്ല വ്യക്തികൾ എന്നുള്ള രീതിയിൽ എണ്ണം പറഞ്ഞ വ്യക്തികളിൽ അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് C. അച്യുത മേനോൻ. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു പെശക് വന്നതിന്റെ ഭാഗമാണ് ഇന്ന് മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലൊരു കരാറാണ് ഈ ഒരു അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട കരാർ. കാലം അത് തെളിയിക്കും. രാഷ്ട്രീയം നമുക്ക് വിടാം. രാഷ്ട്രീയമൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ താൽക്കാലിക നേട്ടങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയിക്കോ. പക്ഷേ നാടിന്റെ താല്പര്യം, നാടിനെ ഒറ്റുകൊടുത്തും മറ്റും മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയക്കാരെ ജനം തിരിച്ചറിയണം, അല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം, ഇന്നലെ BJP ഉണ്ടായിരുന്നവൻ ഇന്ന് കോൺഗ്രസിലാണ്, ഇന്ന് കോൺഗ്രസിലുള്ളവൻ നാളെ CPM-ലാ. അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടി മുമ്പ് CPM-ൽ ഉണ്ടായിരുന്ന വ്യക്തി കോൺഗ്രസിൽ വന്നു, അതുവഴി BJP-യിൽ വന്നു. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് തമ്മിൽ ഒറ്റ കൊടുക്കാനും തമ്മിൽ കൂട്ടിക്കൊടുക്കാനും, പച്ചക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാനും ഒരു എളുപ്പമില്ല. പക്ഷേ ഇവരൊക്കെ നേതാക്കന്മാരായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനമെന്ന നമ്മൾ കൈതകളല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിയമവാഴ്ച എന്നുള്ളൊരു സംഭവം നാട്ടിൽ നിലവിലുണ്ടോ? സാധാരണക്കാർക്ക് ഒരു സർക്കാർ സംവിധാനത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നീതി കിട്ടുന്നുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു വിഷമകരമായിട്ടുള്ള അവസ്ഥയിൽ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനോ മറ്റോ അപേക്ഷകളുമായിട്ടോ അല്ലെങ്കിൽ പരാതികളുമായിട്ടോ ചെന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ, പോലീസ് സംരക്ഷണ സമിതിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നാട്ടിൽ നിലവിലുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെയാണോ സത്യം? പോലീസുകാരിൽ രാഷ്ട്രീയം, സംഘടന, അതുപോലെ തന്നെ ഇനി പട്ടാളക്കാരിൽ മാത്രമേ വരാനുള്ളൂ. ഈ രീതിയിൽ നമ്മൾ മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയമില്ലാത്ത സംവിധാനമില്ല. അപ്പോൾ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. എന്തിനു വേണ്ടിയിട്ട്? സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്തേണ്ടത് ആരാവശ്യം? ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഇന്നത്തെ രാഷ്ട്രീയ സംസ്കാരം. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരൻ്റെ വിഷയമല്ല. ഇവൻ അവനെപ്പറ്റി അങ്ങനെ പറഞ്ഞു, ഇന്ന നേതാവ് ഇന്ന ആളെപ്പറ്റി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീങ്ങിയതിനു ശേഷം നമുക്കിത് ദഹിക്കാതെ നമ്മൾ ഇതന്നെ പുറന്തള്ളുക, അല്ലേ? നവകേരള രൂപീകരണത്തിന്റെ ഭാഗമായിട്ടൊരു ആശാന് അഥവാ മുഖ്യമന്ത്രി ഉലകം ചുറ്റും വാലിബനായിട്ട് നടന്നു. ശേഷം ആ ബസ് എവിടെ, അല്ലേ? ആ ബസ് എവിടെ വെക്കുന്നതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? ഇതിനൊക്കെ വേണ്ട ഫണ്ട് പിടിക്കുക എവിടുന്നാ? എവിടുന്നാ? കടെടുത്തിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്? 4 ലക്ഷം 5 ലക്ഷം കോടി കടത്തിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം സമയത്തിന് കൊടുക്കാനില്ല. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ തരത്തിലുള്ള ദൂരത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളിൽ നിന്ന് ഇതിലപ്പുറം എന്ത് പ്രതീക്ഷിക്കണം? ഈ തരത്തിലുള്ള മുല്ലപ്പെരിയാർ കരാർ പോലുള്ള കരാറും അല്ലാതെ എന്ത് പ്രതീക്ഷിക്കണം രാഷ്ട്രീയക്കാരിൽ നിന്ന്? ഓക്കെ, കേരളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലപ്പുറം നല്ലൊരു കാര്യമൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അവസ്ഥ മനസ്സിലാക്കണം. മുൻകാലത്ത് വന്ന CNDG റിപ്പോർട്ട് അത് ജനം മുഖവിലക്കെടുക്കണം. അതിനുശേഷം വന്ന കോടതിയിൽ ഹർജിയുമായി വന്ന വ്യക്തിക്ക് ആ ഹർജിയിൽ അന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ച കാര്യം കേരളം തൂക്കി വിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സംശയമുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലേ? ആർക്ക്? അദാനിക്ക്, കോർപ്പറേറ്റുകൾക്ക്. അവസ്ഥ ആലോചിച്ച് നോക്കിയാ.
ഇനി എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവുമോ? ഇതുമായി ബന്ധപ്പെട്ടോ മറ്റോ ഈ കരാർ റദ്ദാക്കലോ മറ്റോ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇവിടെ എന്ത് സംവിധാനങ്ങൾ വന്നാലും കോർപ്പറേറ്റുകൾക്ക് ആദ്യം കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. കരിമണലിന്റെ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കരിമണൽ കർത്ത വിവാദം അറിയാലോ. എത്രത്തോളം മനുഷ്യർക്കാണ് ഉപജീവന മാർഗം അവരുടെ വീടടക്കം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് കരിമണൽ മൈനിങ്ങിന്റെ ഭാഗമായിട്ട്. അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ പ്രായോഗിക രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ രീതിയിലാണ് ഒരു ഇടതുപക്ഷ ചായ്വുള്ള സർക്കാർ മുന്നോട്ട് പോകേണ്ടത്? ആണോ? പിണറായിക്ക് ശേഷം പ്രളയം എന്നുള്ളൊരു അവസ്ഥ നാട്ടിൽ നിലവിലുണ്ട്. അത് പാർട്ടി സംവിധാനത്തിൽ, ആ പാർട്ടി നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ആ പാർട്ടി സംവിധാനങ്ങൾക്കല്ലാതെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഭീഷണിയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ചായ്വുള്ള മനസ്സുള്ള വ്യക്തികളോട് വ്യക്തിവൈരാഗ്യം നിലവിൽ ബംഗാളിലെ പോലെ വെച്ച് പുലർത്തേണ്ട ഒരു അവസ്ഥ നാട്ടിലെ ജനങ്ങൾക്കോ വന്നാൽ, അപ്പൊ ഈ ഒരു സിസ്റ്റം ഇവരായിട്ട് ഇവരുടെ കുഴി തോണ്ടുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ പാർട്ടിയിലുള്ള മറ്റ് നേതാക്കന്മാർ തിരിച്ചറിയണം. CPM-ൽ MA ബേബി, അതുപോലെ തന്നെ തോമസ് ഐസക്, അതുപോലെ തന്നെ ബിനോയ് വിശ്വം CPI-യിലാണെങ്കിൽ ഇങ്ങനെയുള്ള തലമുതിർന്ന നേതാക്കന്മാർ ഇന്നും നാട്ടിലുണ്ട്. ഇവരൊക്കെ ചിന്തിക്കണം. ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംവിധാനം ഒന്നും നിലവിലുണ്ടാവില്ല. അതൊരു യഥാർത്ഥ വസ്തുതയാണ്. അപ്പോൾ ജനങ്ങളെ ഒറ്റ കൊടുക്കുന്ന പണി സർക്കാർ സംവിധാനങ്ങളിലുള്ളവരും ഭരണത്തിലുള്ളവരും ഭരണത്തെ നിയന്ത്രിക്കുന്നവരും നിർത്തണം. കാരണം അടുത്ത തലമുറകൾ, നിങ്ങൾ ഒരു 5-10 വർഷം അല്ലെങ്കിൽ വയസ്സായില്ലേ, 5, 10, 15, 20 കൊല്ലം ഏറിയ ജീവിച്ചു പോകും. അതിനുശേഷം നാടും സംവിധാനമൊക്കെ ഇവിടെ നിലവിൽ വേണ്ടേ? നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടേ? ഒന്നുമില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിക്ക് തന്നെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ, കുടുംബം എന്നുള്ള രീതിയിൽ അല്ലേ? അപ്പോൾ ആ പയ്യനും ആ പയ്യന്റെ തലമുറകൾക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം നിലവിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചതോ മറ്റോ ഉണ്ടാവും. ഈ കാര്യം അതിന്റെ ധൈര്യത്തിലാവുമല്ലോ. ഉണ്ടാക്കിയത് മൊത്തം നഷ്ടപ്പെട്ടു പോകാനുള്ള സമയമൊന്നും വേണ്ട. പക്ഷേ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു.